ഇവിടെ പറഞ്ഞ ഒരു കാര്യം പലായനം നടക്കുന്നു. എന്തു പറഞ്ഞാലും ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ പ്രശ്നമാണെന്ന് നരേശൻ സൃഷ്ടിക്കുകയാണ്. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല പ്രശ്നത്തിലാണോ? കേരള യൂണിവേഴ്സിറ്റി പറ്റി പറഞ്ഞല്ലോ. ഇവിടെ കേരള യൂണിവേഴ്സിറ്റി ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 10 യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ്. അത് SFI പറയുന്ന കാര്യമല്ല, LDF പറയുന്ന കാര്യമല്ല. ഒരു കാലത്ത് ഈ രാജ്യത്തെ ഏറ്റവും മോശം യൂണിവേഴ്സിറ്റികൾ ഒന്ന് പറയപ്പെട്ടിരുന്ന കേരള യൂണിവേഴ്സിറ്റി ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച 10 യൂണിവേഴ്സിറ്റി ഒന്നാണെന്ന് പറയുന്നത് നാക്കാണ്. നാക് അക്രഡിറ്റേഷന്റെ A++ റാങ്ക് ഉണ്ട്. കാലി സർവകലാശാലയ്ക്ക് A+ ഉണ്ട്, കാലിക്കറ്റ് A+ ഉണ്ട്. ഇങ്ങനെ നാക്കിന്റെ അക്രഡിറ്റേഷൻ കൂടുതൽ നേടി മുന്നോട്ട് പോരുകയാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആയിരക്കണക്കിന് കോടി രൂപ ചെലവഴിച്ചതുപോലെ റൂസ ഫണ്ടിംഗ് കൂടെ ഉപയോഗപ്പെടുത്തി, കിഫ്ബിയെ കൂടെ ഉപയോഗപ്പെടുത്തി ഇന്ന് ഈ കേരളത്തിലെ എയ്ഡഡ് ഗവൺമെന്റ് കോളേജുകളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനം നടക്കുന്നത്. ഇപ്പൊ ഞാനിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ എയ്ഡഡ് മാനേജ്മെന്റ് ഭൂരിപക്ഷവും മുസ്ലിം ലീഗ് മാനേജ്മെന്റ് ആണ്. ആ മുസ്ലിം ലീഗ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഈ മഞ്ചേരി യൂണിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള കൊണ്ടോട്ടി EMEA കോളേജ് ഉൾപ്പെടെയുള്ള അസംഖ്യം കോളേജുകളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം നടപ്പിലാക്കിയത്. ഇത് മുമ്പില്ലാത്ത കാര്യമാണ്. മുമ്പ് ഈ വിദ്യാഭ്യാസ മേഖലയിൽ എന്തിനാണ് ഇത്രയധികം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത് എന്ന് ചോദിച്ചവരുണ്ട്. ഇത് വെറും തിരിച്ചു കിട്ടാത്ത നിക്ഷേപമല്ലേ? എന്തിനാണ് ആയിരക്കണക്കിന് കോടി രൂപ സ്കൂൾ ഉണ്ടാക്കാനും കോളേജ് ഉണ്ടാക്കാനും ലൈബ്രറി ഉണ്ടാക്കാനും വേണ്ടി ചെലവഴിക്കുന്നത് എന്ന് ചോദിച്ചവർ ഇന്ന് ചോദ്യം ചോദിക്കുന്നില്ല. കാരണം ഈ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖല വലിയ മാറ്റം ഉണ്ടായി. ആ മാറ്റം ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖല സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കള്ളക്കഥകൾ സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തയെ കള്ളവാർത്തയെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു നരേശൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലക്കെതിരെ ഈ KSUവും ഈ SUCI കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആളുകളുടെ 50,000-ഓളം കുട്ടികൾ ഇവിടെ നിന്ന് പോയതിന് ചില കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ TP ശ്രീനിവാസൻ. അതിന് SFI കാണുന്ന ഒരു കാരണം എന്താണ്? എന്ത് മാറ്റമാണ് അങ്ങനെ ഒരു ഞാൻ പറയുന്നു 2023 പുറത്തു വന്ന ഇന്ത്യൻ സ്റ്റുഡന്റ് മൊബിലിറ്റി റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പലായനം ചെയ്യുന്നത് പഞ്ചാബിൽ നിന്നാണ്. ഈ രാജ്യത്താകമാനോ ട്രെൻഡ് ഉണ്ട്. കേരളം 2ാം സ്ഥാനത്തുണ്ടോ, 3ാം സ്ഥാനത്തുണ്ടോ, 4ാം സ്ഥാനത്തുണ്ടോ? ഇല്ല. ആന്ധ്രയും തെലങ്കാനയും മഹാരാഷ്ട്രയും ഗുജറാത്തും ഡൽഹിയും തമിഴ്നാടും കർണാടകവും എല്ലാം കഴിഞ്ഞാണ് കേരളത്തിന്റെ സ്ഥാനം. ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തു പോകുന്നുണ്ട്. അതിന്റെ കൂടെ കേരളത്തിൽ നിന്ന് പോകുന്നുണ്ട്. ഇത് നേരെ മറിച്ച് കേരളത്തിൽ എന്തോ വലിയ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ അപകടം സംഭവിക്കുന്നു. ഈ രാജ്യത്ത് കേരളത്തിൽ നിന്ന് മാത്രം വിദ്യാർത്ഥികൾ പലായനം ചെയ്യുന്നു എന്ന് പറയുന്ന പ്രതീതി വെറുതെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രതീതി ഇന്ന് കേരളത്തിലില്ല. ഇങ്ങനെ ഒരു നരേശൻ എവിടെ നേരത്തെ ഈ അവതാരണം ചോദിച്ച ചോദ്യം, നമ്മുടെ കേരളത്തിൽ ഇന്ന് സ്വകാര്യ യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്നില്ലേ? കൊച്ചിയിൽ ഒരു ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ശാഖയുണ്ട്. ജെയിൻ യൂണിവേഴ്സിറ്റി സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്. സ്വകാര്യ യൂണിവേഴ്സിറ്റി ഇല്ലെങ്കിൽ സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ വരും. സർക്കാരിന് ഒരു നിയന്ത്രണമില്ലാത്ത സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റി വരും. ഇവിടെ ഇഷ്ടം പോലെ കച്ചവടം നടത്തുന്ന സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ ഇവിടെ വരണോ, അതോ സർക്കാരിന് നിയന്ത്രണമുള്ള ഒരു സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ ഇവിടെ വരണമെന്നുള്ളതാ ഇന്ന് സർക്കാരിന് മുമ്പിലെ ചോദ്യം. നമുക്കറിയാം, ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയെ പോലെ, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയെ പോലെ, സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ പോലെ ജനാധിപത്യമാകില്ല ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇന്ന് ജനാധിപത്യമാണെന്നുള്ള അഭിപ്രായം SFIക്ക് ഇല്ല. ആകെ ജനാധിപത്യ കശാപം നടക്കുന്നത്. ജനാധിപത്യപരമായിരിക്കില്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ എന്നറിയാം. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. കേരളത്തിൽ നാളെ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ജെയിൻ യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അത്തരത്തിൽ കേരളത്തിൽ നാളെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ, വിദേശ യൂണിവേഴ്സിറ്റികളൊക്കെ വരാൻ വേണ്ടി പോകുന്നു. ഈ രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം എന്നുള്ളത് കൊണ്ട് NEP ശക്തമായി ഇടതുപക്ഷം എതിർക്കുന്നുണ്ട്, LDF എതിർക്കുന്നുണ്ട്. അതിന്റെ എതിർപ്പ് ഇടതുപക്ഷ സർക്കാർ പരസ്യമായി പ്രകടിപ്പിച്ചതാണ്. എന്നാൽ NEP രാജ്യത്തെ ഗവൺമെന്റ് നടപ്പിലാക്കാൻ വേണ്ടി, ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് ജനപക്ഷമായി നടപ്പിലാക്കാൻ വേണ്ടി കഴിയുക എന്നുള്ളതല്ലേ